പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ പുതിയ വഴിത്തിരിവുകളാണ് കൃഷ്ണയുടെയും അതുപോലെ തന്നെ കാവ്യയുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നത്. തന്നെ വിവാഹം കഴിച്ചില്ല എങ്കിൽ മുത്ത് കൊല്ലപ്പെടും എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ഉമ. ഇതോടെ മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് അമ്പലത്തിലേക്ക് താലി കെട്ടുന്നതിനായി വരികയും ചെയ്യുന്നു. അവിടെ വെച്ച് ഉമ തന്റെ കഴുത്തിൽ താലി കെട്ടാൻ കൃഷ്ണയോട് ആവശ്യപ്പെടുമ്പോഴാണ് കൃത്യസമയത്ത് അവിടേക്ക് കൃഷ്ണയുടെ ഭാര്യയായ കാവ്യ കടന്നു വരുന്നത്. അപ്രതീക്ഷിതമായ ഈ കാഴ്ച കണ്ട് കാവ്യ ആകെ ഞെട്ടിപ്പോകുന്നു. ഇതോടെ കാവ്യയോട് ഞാൻ എന്നേക്കുമായി കൃഷ്ണയെ സ്വന്തമാക്കാൻ പോവുകയാണ് എന്നും ഇനി കാവ്യയ്ക്ക് യാതൊരു അവകാശവും കൃഷ്ണയിൽ ഉണ്ടാവുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. മാത്രവുമല്ല, ഡിവോഴ്സ് നോട്ടീസ് കൃഷ്ണ തന്നെ കാവ്യയ്ക്ക് അയക്കും. കാവ്യയ്ക്കും കൃഷ്ണയുടെ കൂടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നവും ഉണ്ടാക്കാതെ ഒപ്പിട്ട് നൽകിയാൽ മാത്രം മതി എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ കാവ്യ പകച്ചു പോകുന്നു. ഇതോടെ കൃഷ്ണ നീ താലി കെട്ടാനാണോ പോകുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് മുത്തിനെ രക്ഷിക്കാൻ മറ്റു വഴികൾ ഒന്നും തന്നെ തൻ്റെ പക്കലില്ല എന്ന് വ്യക്തമാക്കുകയാണ് കൃഷ്ണ. മുത്ത് ഉമ്മയുടെ കസ്റ്റഡിയിലാണ്. ഞാനിവിടെ താലി കെട്ടിയില്ല എങ്കിൽ മുത്തിനെ കൊല്ലുമെന്നാണ് ഇവൾ പറഞ്ഞിരിക്കുന്നത്. നിനക്ക് കുഞ്ഞിനെ തിരികെ തരാം എന്നുള്ള വാഗ്ദാനം ഞാൻ നൽകിയതാണ്. അതുകൊണ്ട് തന്നെ മുത്തിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഈ വിവാഹത്തിന് താൻ സമ്മതിക്കുകയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കാവ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇതോടെ അവിടെ പിടിവലിയാകുന്നു ഉമയും അതുപോലെ തന്നെ കാവ്യയും തമ്മിൽ. ഇതേ സമയം മണിക്കുട്ടിയാകട്ടെ മുത്തിനെ രക്ഷിക്കണമെന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് കടന്നു വരികയാണ്. എങ്ങനെയെങ്കിലും മുത്തിനെ താൻ രക്ഷപ്പെടുത്തും എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുത്ത് ഉള്ള സ്ഥലത്തേക്ക് മണിക്കുട്ടി എത്തിച്ചേരുകയും ചെയ്യുന്നു. പക്ഷേ ശക്തി കൊണ്ട് തനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന മണിക്കുട്ടി മുത്തിനെ രക്ഷിക്കുന്നതിനായി പുതിയൊരു തന്ത്രം പ്രയോഗിക്കണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. ഇതിനിടയിലാണ് അമ്പലത്തിൽ വെച്ച് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത്. മുത്തിനെ അമ്പലത്തിന്റെ അടുത്തു തന്നെയാണ് ഒളിപ്പിച്ചിരുന്നത്. മാത്രവുമല്ല, താലി കെട്ടി കഴിഞ്ഞാൽ ഉടൻ തന്നെ കുഞ്ഞിനെ അയച്ചുവിടും എന്നുള്ള കാര്യം പറഞ്ഞത് അവിടെ നിന്ന് കൃഷ്ണയെയും കൂട്ടിക്കൊണ്ടുപോയി മുത്തിനെ കാണിച്ചു കൊടുത്ത് അഴിച്ചുവിടാൻ എന്നുള്ള പ്ലാനിങ്ങിലൂടെയായിരുന്നു. പക്ഷേ ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ടുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്. ഉമയും കാവ്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ വലിയൊരു പൊട്ടിത്തെറിയാണ് അമ്പലത്തിൽ ഉണ്ടാകുന്നത്. അമ്പലത്തിലെ വെടിപ്പുരയ്ക്ക് തീ പിടിക്കുകയും ഇതേ തുടർന്ന് അവിടെ സ്ഫോടനം നടക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ പൊട്ടിത്തെറിയിൽ വലിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊരു പൊട്ടിത്തെറി പ്രതീക്ഷിച്ചിരുന്നില്ല കൃഷ്ണ. മാത്രവുമല്ല, ഈ പൊട്ടിത്തെറി സംഭവിച്ചതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ കൃഷ്ണ പകച്ച് നിൽക്കുകയും ചെയ്യുന്നു. അമ്പലത്തിലുള്ളവരും എന്താണ് സംഭവിച്ചത് എന്നറിയാതെ നോക്കി നിൽക്കുമ്പോഴാണ് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട് പുറത്തേക്ക് കാവ്യ വരുന്നത്. ഇതോടെ ഓടിച്ചെന്ന് കാവ്യയെ കെട്ടിപ്പിടിക്കുന്ന കൃഷ്ണ കാവ്യയ്ക്ക് ഒന്നും തന്നെ സംഭവിച്ചില്ലല്ലോ എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ആ സ്ഫോടനത്തിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ്. അപ്രതീക്ഷിതമായ പൊട്ടിത്തെറിയെ തുടർന്ന് പരിക്കേൽക്കുകയാണ് ഉമയ്ക്ക്. മാത്രവുമല്ല, ഉമ അവിടെ വെച്ച് കൊല്ലപ്പെടുകയും ചെയ്യുന്നു. ഇതോടെ
ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. അപ്രതീക്ഷിതമായുള്ള ഈ കാര്യങ്ങൾ കൃഷ്ണയുടെ കണക്കുകൂട്ടലുകളാണ് തെറ്റിക്കുന്നത്. എങ്ങനെയാണ് മുത്തിനെ ഇനി രക്ഷിക്കുക എന്നുള്ള ചോദ്യവും ബാക്കിയാകുന്നു. കൃഷ്ണയോട് ഇതേ സമയം കാവ്യ ഞാൻ അവളെ കൊല്ലുന്നതിനായി ഒന്നും ചെയ്തിട്ടില്ല എന്നും ഇതെല്ലാം അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്ന് കാവ്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. ഇതോടെ കാവ്യയെ ആശ്വസിപ്പിക്കുന്ന കൃഷ്ണ എനിക്ക് കാര്യങ്ങൾ അറിയാം എന്നുള്ള കാര്യം പറയുകയും കാവ്യയെ ഞാൻ വിശ്വസിക്കുന്നതായി വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഉമ ചെയ്തതിനുള്ള തിരിച്ചടി തന്നെയാണ് അവൾക്ക് ലഭിച്ചത്. നമ്മളായി അവൾക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യവും ഇല്ല എന്ന് കൃഷ്ണ വ്യക്തമാക്കിക്കൊണ്ട് കാവ്യയെ ആശ്വസിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം ഈ വാർത്ത പുറത്തു വരികയാണ്. മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത അറിയുന്ന ജയമോഹിനിയും അതുപോലെ തന്നെ ഭരത്തുമാകെ പകച്ചു പോകുന്നു. ഇങ്ങനെ ഒരിക്കലും സംഭവിക്കുമെന്ന് അവരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് കേട്ടതിനെ തുടർന്ന് നീരജിയോട് ജയമോഹിനി ചോദിക്കുകയാണ്, ആ അമ്പലത്തിലേക്കല്ലേ കാവ്യ പോയത് എന്ന്. അതെ എന്നുള്ള മറുപടി വന്നതിനെ തുടർന്ന് ഞെട്ടിപ്പോകുന്ന ജയമോഹിനി കാവ്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ എന്ന് ഭയപ്പെടുകയാണ്. ഭരത്തിനോട് ഉടൻ തന്നെ അവിടേക്ക് പോയി കാര്യങ്ങൾ അന്വേഷിക്കണം എന്നും എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്തണമെന്നും നിർദ്ദേശിച്ചതിനെ തുടർന്ന് കാവ്യേച്ചി മരിച്ചിട്ടുണ്ടാകുമോ എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ഭരത്തിന്റെ മുന്നിൽ. പക്ഷേ കാവ്യേച്ചി മരിക്കുകയാണ് എങ്കിൽ സ്വത്തുക്കൾ ലഭിക്കും എന്നുള്ള ചിന്തയും മനസ്സിലേക്ക് ഭരത്തിന്റെ കടന്നു വരുന്നു. ഇതേ തുടർന്നുള്ള അന്വേഷണത്തിലാണ് അവർ കാവ്യയും കൃഷ്ണയും സേഫാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ഇടയാകുന്നതും ഉമ അപകടത്തിൽ മരിച്ചു എന്ന് അറിയാൻ ഇടയാവുന്നതും. ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അവർ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.